നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജിലോട്ടിലേക്ക് സ്വാഗതം. അടിച്ച് കസറാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഇന്ത്യ. കച്ചമുറുക്കി കളിക്കാൻ ഇറങ്ങിയിരിക്കുന്ന നമ്മുടെ രാജ്യം ഫ്രാൻസിൽ നിന്ന് 26 റഫേൽ മറൈൻ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിന് ഔദ്യോഗികമായി അംഗീകാരം നൽകിയെന്ന വലിയ വാർത്ത പുറത്തു വരികയാണ്. ഏകദേശം 63,000 കോടി വിലമതിക്കുന്ന ഒരു നാഴികക്കല്ലായ കരാറാണിത്. ഇന്ത്യയുടെ നാവിക വ്യോമയാന ശേഷിയിൽ വലിയ വർധനവാണ് ഈ സുപ്രധാന സൈനിക സംഭരണം പ്രതിനിധീകരിക്കുന്നത്. കൂടാതെ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിപുലമായ ചർച്ചകൾക്ക് ശേഷമാണ് ഈ കരാർ വരുന്നത്. കൂടാതെ ഇന്ത്യൻ നാവികസേനയുടെ വിമാനവാഹിനി കപ്പലുകളുടെ നിർണായക പ്രവർത്തന ആവശ്യകതകൾ പരിഹരിക്കുകയും ചെയ്യുന്നു. പുതുതായി അംഗീകരിച്ച കരാറിൽ 22 സിംഗിൾ സീറ്റർ റഫേൽ മറൈൻ വിമാനങ്ങളും നാവിക പ്രവർത്തനങ്ങൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത 4 ഇരട്ട സീറ്റർ പരിശീലന വകഭേദങ്ങളും വാങ്ങുന്നത് ഉൾപ്പെടുന്നു. ഈ കരാറിനായുള്ള ചർച്ചകൾ 2024 ജൂൺ 12 ആരംഭിച്ചു. 2024 ജൂലൈയിൽ രണ്ടാം ഘട്ട ചർച്ചകൾ ആരംഭിച്ചു. ഈ ചർച്ചകൾക്കിടയിൽ ഫ്രാൻസ് തുടക്കത്തിൽ 50,000 കോടിയിൽ കൂടുതൽ വിലയ്ക്ക് ജെറ്റുകൾ വാഗ്ദാനം ചെയ്തു. അതേസമയം ഇന്ത്യ കൂടുതൽ അനുകൂലമായ വിലനിർണ്ണയത്തിനായി സമ്മർദ്ദം ചെലുത്തിയെന്നതാണ്. 63,000 കോടി രൂപയുടെ അന്തിമ കരാർ ഈ വിപുലമായ ചർച്ചകളുടെ പരിസമാപ്തിയെ പ്രതിനിധീകരിക്കുന്നു. ദൃശ്യശ്രേണിക്കപ്പുറമുള്ള തദ്ദേശീയമായ ആസ്ട്ര എയർ ടു എയർ മിസൈലുകൾ, രുദ്രം ആന്റി റേഡിയേഷൻ മിസൈലുകൾ തുടങ്ങിയ ഇന്ത്യൻ ആയുധ സംവിധാനങ്ങളുടെ സംയോജനം ഉൾക്കൊള്ളുന്ന ഒരു സമഗ്ര പാക്കേജ് ഫ്രഞ്ച് ഓഫറിൽ ഉൾപ്പെടുന്നു. കൂടാതെ ഇന്ത്യക്ക് മാത്രമായുള്ള മെച്ചപ്പെടുത്തലുകൾ, കാരിയർ പ്രവർത്തനങ്ങൾക്കുള്ള പ്രത്യേക ലാൻഡിംഗ് ഉപകരണങ്ങൾ, നാവിക വിന്യാസത്തിനാവശ്യമായ വിവിധ പിന്തുണാ സംവിധാനങ്ങൾ എന്നിവ പാക്കേജിൽ ഉൾപ്പെടുന്നു എന്നതാണ്. 2024 സെപ്റ്റംബറോടെ ഫ്രാൻസ് അതിൻ്റെ അന്തിമ വില ഓഫർ സമർപ്പിച്ചു. മുൻ 2016 കരാറിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് കരാറിൻ്റെ ഘടന. ഈ പ്രധാന പ്രതിരോധ ഏറ്റെടുക്കൽ ഔദ്യോഗികമായി ഉറപ്പിക്കുന്ന കരാർ വരും ആഴ്ചകളിൽ ഒപ്പുവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കരാർ ഒപ്പിട്ടതിന് ശേഷം 37 മുതൽ 65 മാസം വരെയുള്ള സമയപരിധിക്കുള്ളിൽ റഫേൽ മറൈൻ ജെറ്റുകൾ വിതരണം ചെയ്യും. ഈ ഷെഡ്യൂൾ പ്രകാരം 2030-31 മുഴുവൻ കപ്പലുകളും പ്രവർത്തനക്ഷമമാകും. ഇത് ഇന്ത്യൻ നാവിക വ്യോമയാന ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള വ്യക്തമായ ഒരു രൂപരേഖ നൽകുന്നു. സംഭരണത്തിൽ പ്രത്യേകിച്ച് റഫേൽ യുദ്ധവിമാനങ്ങളുടെ നാവിക വകഭേദങ്ങൾ ഉൾപ്പെടുന്നു. അവയിൽ സാധാരണയായി ശക്തിപ്പെടുത്തിയ ലാൻഡിംഗ് ഗിയർ, ശക്തിപ്പെടുത്തിയ എയർ ഫ്രെയിമുകൾ, കാരിയർ പ്രവർത്തനങ്ങൾക്കായി പ്രത്യേകം ഉപകരണങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. പുതുതായി ഏറ്റെടുത്ത നാവിക റഫേൽ ജെറ്റുകൾക്ക് മാത്രമല്ല, ഇന്ത്യൻ വ്യോമസേനയിൽ ഇതിനകം ഉൾപ്പെടുത്തിയിട്ടുള്ള 36 റഫേൽ ജെറ്റുകൾക്കും 5 വർഷത്തെ കാലയളവിലേക്കുള്ള പ്രകടനത്തെ അടിസ്ഥാനമാക്കിയുള്ള ലോജിസ്റ്റിക്സ് പിന്തുണയും സ്പെയറുകളും ഈ കരാറിൽ ഉൾപ്പെടുന്നു. റഫേൽ മറൈൻ ജെറ്റുകളുടെ ഏറ്റെടുക്കൽ ഇന്ത്യൻ നാവികസേനയുടെ കാരിയർ അധിഷ്ഠിത വ്യോമയാന ശേഷികളിൽ ഗണ്യമായ വർധനവിനെ പ്രതിനിധീകരിക്കുന്നു. ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലുകളായ INS വിക്രമാദിത്യ, തദ്ദേശീയമായി നിർമ്മിച്ച INS വിക്രാന്ത് എന്നിവയിൽ നിന്നായിരിക്കും ഈ വിമാനങ്ങൾ സർവീസ് നടത്തുക. ഇത് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ നാവികസേനയുടെ ആക്രമണ പ്രതിരോധ ശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത് 2022 സെപ്റ്റംബറിൽ കമ്മീഷൻ ചെയ്യപ്പെട്ടു. ഇത് പറക്കൽ, കടൽ പരീക്ഷണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇന്ത്യൻ നാവികസേന റഷ്യൻ വംശജരായ MiG-29K യുദ്ധവിമാനങ്ങൾ അതിൻ്റെ കാരിയർ അധിഷ്ഠിത പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നു. MiG-29K വിമാനങ്ങൾ INS വിക്രമാദിത്യയിൽ സേവനം തുടരും. അതേസമയം പുതിയ റഫേൽ മറൈൻ ജെറ്റുകൾ മൊത്തത്തിലുള്ള നാവിക വ്യോമയാന കപ്പലിനെ മെച്ചപ്പെടുത്തും. സമുദ്രമേഖലകളിലുടനീളം ശക്തി പകരാൻ കഴിവുള്ള ആധുനികവും ഉയർന്ന പ്രകടനമുള്ളതുമായ കാരിയർ അധിഷ്ഠിത യുദ്ധവിമാനങ്ങൾക്കായുള്ള ഇന്ത്യൻ നാവികസേനയുടെ ദീർഘകാല ആവശ്യകതയെ ഈ ഏറ്റെടുക്കൽ പരിഹരിക്കുന്നു. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തുള്ള INS ദേഗയിൽ ഈ വിമാനങ്ങൾ വിന്യസിക്കുന്നതും വിമാനങ്ങൾ കാരിയറുകളിൽ വിന്യസിക്കാത്തപ്പോൾ പരിശീലനത്തിനും അറ്റകുറ്റപ്പണികൾക്കുമായി ഒരു തന്ത്രപരമായ വ്യോമതാവളം സ്ഥാപിക്കുന്നതിനും ഇന്ത്യൻ നാവികസേന പദ്ധതിയിടുന്നു എന്നതാണ്. പ്രവർത്തന സന്നദ്ധത നിലനിർത്തിക്കൊണ്ട് കപ്പലിൻ്റെ കാര്യക്ഷമമായ മാനേജ്മെൻറ്റ് ഈ അടിസ്ഥാന തന്ത്രം അനുവദിക്കുന്നു. ഈ നാവിക വിമാന സംഭരണം ഇന്ത്യൻ വ്യോമസേനയ്ക്കും ഗണ്യമായ നേട്ടങ്ങൾ നൽകുന്നു. നിലവിലുള്ള IAF റഫേൽ കപ്പലിൻ്റെ ആകാശ ഇന്ധനം നിറയ്ക്കൽ ശേഷികളിൽ നവീകരിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ ഈ കരാറിൽ ഉൾപ്പെടുന്നു എന്നതാണ്. 36 വിമാനങ്ങളുള്ള IAF റഫേൽ കപ്പലിൽ നിന്ന് 10 വിമാനങ്ങൾക്ക് വരെ വായുവിൽ മറ്റുള്ളവയ്ക്ക് ഇന്ധനം നിറയ്ക്കാൻ ഈ മെച്ചപ്പെടുത്തൽ പ്രാപ്തമാക്കും. മുന്നോട്ട് നോക്കുമ്പോൾ ഇന്ത്യൻ നാവികസേന അതിൻ്റെ അടുത്ത തലമുറ കാരിയർ അധിഷ്ഠിത യുദ്ധവിമാനങ്ങൾക്കായി ഇതിനകം തന്നെ പദ്ധതിയിടുന്നു.
പ്രതിരോധ ഗവേഷണ വികസന സംഘടന DRDO വികസിപ്പിച്ചെടുത്ത തദ്ദേശീയ 5ാം തലമുറ വിമാനങ്ങൾ ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് നാവികസേന പര്യവേക്ഷണം ചെയ്യുകയാണ്. ഇന്ത്യൻ വ്യോമസേനയ്ക്കായി നിലവിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് AMCA നാവിക പ്രതിരൂപമായിരിക്കും ഈ ഇരട്ട എഞ്ചിൻ ഡെക്ക് അധിഷ്ഠിത യുദ്ധവിമാനം. കാരിയർ പ്രവർത്തനങ്ങൾക്കായി തദ്ദേശീയ വിമാനങ്ങൾ പരീക്ഷിക്കുന്നതിൽ നാവികസേന സ്ഥിരമായ പുരോഗതി കൈവരിക്കുന്നു എന്നതാണ്. 2023 തുടക്കത്തിൽ തദ്ദേശീയ ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് അഥവാ LCA നേവിയും ഒരു MiG-29K ജെറ്റും ഉൾപ്പെടുന്ന 2 ഫിക്സ്ഡ് വിങ് ഫൈറ്റർ വിമാനങ്ങൾ INS വിക്രാന്തിൽ ചരിത്രപരമായ കന്നി ലാൻഡിംഗ് നടത്തിയെന്നതാണ്. നിർദ്ദിഷ്ട ട്വിൻ എഞ്ചിൻ ഡെക്ക് ബേസ്ഡ് ഫൈറ്റർ TEDBF ഉൾപ്പെടെയുള്ള ഭാവി നാവിക വ്യോമയാന പ്ലാറ്റ്ഫോമുകളുടെ സാങ്കേതിക പ്രകടനവുമായി LCA നേവി പ്രവർത്തിക്കുന്നു. റഫേൽ മറൈൻ ഫൈറ്റർ ജെറ്റ് കരാറിൻ്റെ അംഗീകാരം ഇന്ത്യയുടെ പ്രതിരോധ നവീകരണ ശ്രമങ്ങളിൽ പ്രത്യേകിച്ച് അതിൻ്റെ നാവിക വ്യോമയാന ശേഷികൾക്കൊരു സുപ്രധാന നാഴികക്കല്ലാണ്. ഈ കരാർ ഇന്ത്യൻ നാവികസേനയുടെ അടിയന്തര ആവശ്യകതകൾ പരിഹരിക്കുക മാത്രമല്ല, പങ്കിട്ട സാങ്കേതിക വിദ്യയിലൂടെയും നവീകരണങ്ങളിലൂടെയും ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഗണ്യമായ നേട്ടങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ ഏറ്റെടുക്കൽ ഫ്രാൻസുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തത്തെ ശക്തിപ്പെടുത്തുകയും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ രാജ്യത്തിൻ്റെ സമുദ്ര സുരക്ഷാ നിലപാട് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. വിമാനങ്ങൾ, ആയുധ സംയോജനം, ലോജിസ്റ്റിക്സ് പിന്തുണ, ഭാവിയിലെ നവീകരണങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന കരാറിൻ്റെ സമഗ്ര സ്വഭാവം ദീർഘകാല പ്രവർത്തന ആവശ്യകതകളും ജീവിതചക്ര ചെലവുകളും പരിഗണിക്കുന്ന പ്രതിരോധ സംഭരണത്തിനായുള്ള ഒരു സമഗ്ര സമീപനത്തെ പ്രകടമാക്കുന്നു. വിദേശ ഏറ്റെടുക്കലുകളിലൂടെയും തദ്ദേശീയ വികസന പരിപാടികളിലൂടെയും ഇന്ത്യ നാവികശേഷി വികസിപ്പിക്കുന്നത് തുടരുമ്പോൾ റഫേൽ മറൈൻ ജെറ്റുകൾ വരും ദശകങ്ങളിൽ രാജ്യത്തിൻ്റെ സമുദ്ര പ്രതിരോധ തന്ത്രത്തിൻ്റെ ഒരു ശക്തമായ ഘടകമായി വർത്തിക്കും. വിമാനങ്ങൾ വാങ്ങുക മാത്രമല്ല, ഇൻഡോ പസഫിക് മേഖലയിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഭൗമരാഷ്ട്രീയ ഭൂപ്രകൃതിയിൽ ഇന്ത്യയുടെ തന്ത്രപരമായ സ്ഥാനത്തിൻ്റെ ഗണ്യമായ വർധനവിനെയാണ് ഈ കരാർ പ്രതിനിധീകരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ.